ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്ത അന്വേഷണ സംഘം 35 ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറിയെന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. എന്നാൽ ഇക്കാര്യം പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കുട്ടിയുടെ അച്ഛന്റെ ബന്ധുവാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. വിവരങ്ങളുമായി വി വിനോദ് ചേർന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഈ സാമ്പത്തിക ഇടപാടുകൾ ഈ കേസിൽ വളരെ നിർണായകമായ ഒരു ഭാഗമായിരുന്നു. ശ്രീധുവിനെ കസ്റ്റഡിയിലെടുത്തത് ഉൾപ്പെടെ ആ തരം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള റോൾ എന്താണ്? എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് ഇങ്ങനെ ഒരാൾ കടന്നു വരുന്നത് ഇപ്പോൾ? ശ്രീജ, ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിലാണ് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന് പണം നൽകിയെന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. കുട്ടിയുടെ പിതാവ് ശ്രീജിത്തിന്റെ ബന്ധുവാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. എന്നാൽ ശ്രീധുവിന്റെ മൊഴി പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. കാരണം നേരത്തെ ഈ തുക നൽകിയത് 35 ലക്ഷം രൂപ താൻ നൽകിയത് ശംഖുമുഖം ദേവിദാസൻ എന്ന ജോൾസിനായിരുന്നു എന്ന ഒരു മൊഴിയാണ് നൽകിയിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു മൊഴി നൽകിയതിന് പിന്നിലെ കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീജിത്തിന്റെ ബന്ധുവാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ഒരുപക്ഷെ ശ്രീജിത്തിനെ കൊടുക്കാൻ വേണ്ടി ആ വീടുമായി അടുപ്പിക്കാതിരുന്ന ശ്രീജിത്താണ് ശ്രീധുവിന്റെ അച്ഛന്റെ മരണശേഷം അതിന്റെ 16 അടിയന്തര ചടങ്ങ് നടക്കുന്ന ദിവസത്തിന്റെ തലേന്നാണ് ഭർത്താവിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത്. ഈ കുട്ടിയുടെ കൊലപാതകം, അതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിന്റെ ചുമലിൽ കെട്ടിവെക്കുക എന്നൊരു ലക്ഷ്യം ശ്രീധുവിന് ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു. എന്നാൽ ഈ പോലീസുകാരൻ്റെ ഇടപെടൽ വഴി ഈ സത്യസന്ധത പുറത്തു വന്നു. അല്ലെങ്കിൽ ഭർത്താവിനെ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അതിൻ്റെ വൈരാഗ്യത്തിലാകുമോ ഇങ്ങനെ ഒരു പരാതി നൽകിയതെന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. അതല്ല, ഈ കുടുംബവുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന് നേരത്തെ തന്നെ ഇവരുമായി അടുപ്പമുണ്ടായിരുന്നോ, ആ തുക കൈമാറിയത് ശരിയാണോ, അത്തരത്തിലുള്ളൊരു മൊഴി കൃത്യമാണോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. ശ്രീധു പക്ഷേ മൊഴി മാറ്റി പറയുന്നത് കൊണ്ട് തന്നെ മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല, പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എങ്കിൽ തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നൊരു മൊഴിയായതുകൊണ്ട് തന്നെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൂടി, ഒരു എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്യുന്നു. അത് ഈ കുടുംബവുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിലാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒളിവിലാണ്. ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.